വിവിധ നാടുകളിലുമാണ് നമ്മിൽ നിന്ന് മൺമറഞ്ഞു കിടക്കുന്നവർ. അവർക്ക് വന്നാകും ഇന്ന് പെരുന്നാളാക്കി കൊടുക്കട്ടെ. പെരുന്നാൾ ദിനത്തിൽ ഇബ്ലീസിന്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ലഅനത്തുല്ലാഹി. ഇബ്ലീസ് എല്ലാ ദിവസവും തന്റെ സൈന്യത്തെ വ്യൂഹത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞു. അന്ത്യോടെടുക്കുമ്പോ അവകളൊക്കെ തിരിച്ചു വരും. എന്നിട്ട് അവരുടെ ക്യാപ്റ്റനായ ഇബ്ലീസിനോട് പറയും, ഞാൻ ഒരാളെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു, ഞാൻ ഒരാളെ കൊണ്ട് കണ്ടുപിടിപ്പിച്ചു, ഞാൻ ഒരാളെ കൊണ്ട് മോഷണം ചെയ്യിപ്പിച്ചു. ഇബ്ലീസ് എന്ന ക്യാപ്റ്റന്റെ മറുപടി, നിങ്ങളൊന്നും ചെയ്തത് ഒന്നുമേയല്ല. കൂട്ടത്തിൽ ഒരാളിങ്ങനെ വന്നിട്ട് പറയും, ഞാൻ രണ്ടാളുകൾക്കിടയിൽ കിഴക്കുണ്ടാക്കിയിരിക്കുന്നു, വിഭജനമുണ്ടാക്കിയിരിക്കുന്നു, ഇടക്കത്തിലായ രണ്ടാളുകളെ ഇടക്കത്തിലാക്കിയിരിക്കുന്നു. ക്യാപ്റ്റൻ പറയും, ഈയാണ് സൂപ്പർ, ഈ പണിയാണ് കഴിവിന്റെ പരമാവധി ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, അഫ്ദലുൽ ബശർ بعد الأنبياء على التحقيق أبو بكر الصديق رضي الله عنه. സദീഖ് തങ്ങൾ ആദ്യം നോറ്റിയ കുട്ടിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. സദീഖ് തങ്ങൾ ഇല്ലെങ്കിൽ മിസ്തഹിലേക്ക് ജീവിതമില്ല. അത്രമേൽ സദീഖ് തങ്ങളുടെ മേൽ ആസ്വദിച്ച് സദീഖ് തങ്ങൾ കൊടുക്കുന്ന ചെലവിൽ ജീവിച്ച വ്യക്തിത്വമാണ് സയ്യിദുനാ മിസ്തഹ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കെയാണ് സദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ആയിഷ ബീവിക്കെതിരെ ഒരു കുപ്രചരണം, വ്യഭിചാരാരോപണം. എല്ലാവരും അതിൽ പങ്കെടുത്തപ്പോ മിസ്തഹും അതിൽ പങ്കെടുത്തുപോയി. ചിലപ്പോ ആയിഷയോട് സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ. സദീഖ് തങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ആരെന്ന് കേട്ടാലും, ആരെന്റെ മോൾക്ക് എതിരെ എന്ത് പറഞ്ഞാലും ഈ നിർണായക ഘട്ടത്തിൽ എന്റെ കൂടെ നിൽക്കേണ്ടവരാണ് എന്റെ മിസ്തഹ്. എന്നിട്ട് അവൻ എനിക്കെതിരെ പറഞ്ഞല്ലോ, ഇനി ഞാൻ മിസ്തഹിന് ഒരു പടി അരി പോലും കൊടുക്കുക. ഇനി ഞാനും മിസ്തഹും തമ്മിൽ കണക്ഷനില്ല. മിസ്തഹുമായിട്ടുള്ള എന്റെ സ്നേഹബന്ധം ഞാനിവർ അവസാനിപ്പിക്കാം. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ആയത്ത് അവതരിപ്പിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സദീഖ് തങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാൻ എത്ര കാരണം നിന്റെ ഭാഗത്തുണ്ടെങ്കിലും, എത്ര കാര്യങ്ങൾ നിനക്ക് പറയാനുണ്ടെങ്കിലും ഒന്നും കൊടുത്തു കൊടുക്കുക സദീഖ്, ഒന്നും മാപ്പാക്കി കൊടുക്കുക സദീഖ്. നിങ്ങൾക്ക് പൊറുത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ ഉച്ചസ്ഥലം വിളംബരം ചെയ്തു, അതേ റബ്ബേ, ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്കത്ര കാരണങ്ങൾ ഉണ്ടെങ്കിലും ഞാനത് മിസ്തഹിന് പൊറുത്തു കൊടുത്തിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് സിദ്ദീഖ് തങ്ങൾ പ്രവാചകർക്ക് ശേഷം ഒന്നാമനായി മാറുന്നത്. അത് നമ്മുടെ അഖീദയാണ്. അമ്പിയാക്കൾക്ക് ശേഷം ദി ഫസ്റ്റ് പേഴ്സൺ, ഉത്തമൻ, ഉത്കൃഷ്ടൻ, ഉദാത്തൻ ആരെന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ്. ഇതിന് ശേഷമാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തു ചന്തമാണ് ഈ പള്ളിയിലുള്ള നമ്മളൊക്കെ. ഒരച്ഛ നമ്മക്കൂ പിറന്ന നമ്മൾ ഒരു നാടിന്റെ മുറ്റത്ത് വിളങ്ങിടുന്ന തന്നിരിക്കൊത്തു മനുഷ്യർക്കും നാം ഒന്നാണെങ്കിൽ, നമ്മുടെ മനസ്സൊന്നാണെങ്കിൽ, നാം പരസ്പരം പകയില്ലാതെ എങ്ങനെ ഒരുമിച്ചു കൊടുക്കൂ. ഇതിനെന്തൊരു ചിന്തമാണ്. हम सबके ईमान भी, नबी भी, कुरान भी, किताब भी एक है,
ഈ പിണക്കം? പിന്നെ എന്തിനാണ് ഈ വേർതിരിവ്? പിന്നെ എന്തിനാണ് ഈ പിളർപ്പ്? നാം ഒന്നിക്കുമ്പോൾ നാം ചിതറാത്ത പത്രത്തോടെ പതറാത്ത പാദത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നാം വിപരീതമായാലോ തകർന്ന് തരിപ്പണമാകും. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശം കൊണ്ട് ഒരുപോലെ മുറുകെ പിടിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖാദിയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മെ ഇടയ്ക്കിടെ ബോധ്യപ്പെടുത്തുന്നത് പോലെ നമ്മളൊക്കെ പിണങ്ങാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഇണങ്ങാൻ 1000 കാരണങ്ങളുണ്ട്. പല തനാസവും നിങ്ങൾ ഇങ്ങനെ വിഭിന്നമായി പോകില്ലേ? നിങ്ങൾ വിഘടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോകും. നിങ്ങളെ കാറ്റുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തും നല്ല മഹല്ലാണ്. ദീനീ സൗകര്യമുണ്ട്, അന്തസ്സുണ്ട്, പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ദീനിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന 1000 മുഖമായ ഉമ്മമാരുടെ മണ്ണാണിത്. ഇത് ഒന്നുകൂടെ മനസ്സും കൂടെ ചേരുമ്പോൾ ഈ നാടിന് എന്തൊരന്തസ്സാണ്, ഈ ഉമ്മത്തിന് എന്തൊരന്തസ്സാണ്. നാം വിട്ടുവീഴ്ചയുടെ മഹത്വം അറിയണം. വിട്ടുവീഴ്ച ചെയ്താൽ ഇസ്സത്ത് കൂടുതലേ ഉള്ളൂ. മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയുടെ സമയത്ത് രേഖയിൽ അലിയാരി തങ്ങളോട് എഴുതാൻ പറഞ്ഞു, മുഹമ്മദിൻ റസൂലില്ലാഹ്. ഖുറൈശി പ്രമാണി പറഞ്ഞു, പറ്റില്ല, മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങൾ അംഗീകരിക്കില്ല. മുഹമ്മദിനെ അബ്ദുല്ലാഹി എന്ന് സഹാബാക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി വെക്കാനോ സഹാബാക്കൾ വിസമ്മതിച്ചപ്പോ ആ പേര് മായ്ച്ചു കളഞ്ഞത് മുഹമ്മദ് നബിയാണ്. വിശ്വവിമോചകനാണ്, വിശ്വഗുരുവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് കുറഞ്ഞു കൊടുത്തു. ചരിത്രത്തിന്റെ 2ാം ഘട്ടം എന്താണ്? ചരിത്രത്തിന്റെ 2ാം ഘട്ടം എന്താണ്? ആ കാണുന്ന ഖുറൈശി തമ്പ്രാക്കന്മാർ മുഴുവൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആലില പോലെ ഇളകി മുട്ടുമടച്ച ചരിത്രത്തിലുണ്ട്. പൊളിച്ചു കൊടുക്കാൻ, മറക്കാനും പൊളിക്കാനും തയ്യാറാണെങ്കിൽ അല്ലാഹു നമ്മളെ ഉയർത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഒരു വലിയ വിനയാണ്. അല്ലാഹു ഒഴിവാക്കാനാണ് പറഞ്ഞത്. നാം തെറ്റിദ്ധരിച്ച് നാം അങ്ങനെ അകലേണ്ടവരല്ല, നാം മതിക്കേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൂടെ ചേർത്ത് വെക്കേണ്ട ഈ മഹല്ലിന്റെ സുസ്ഥിരമായ മുന്നോട്ട് പോകെ ചേർത്ത് വെക്കേണ്ട മനോഹരമായ ഒരു ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അത്തീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. അനുസരിക്കണം. അതിനോട് ചേർത്ത് ക്വാളിറ്റി കൂട്ടിയിട്ടല്ല പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് കാര്യം ഏൽപ്പിച്ചത്. നമ്മുടെ കാര്യം ആരാണ് നോക്കേണ്ടതെന്ന് വിലയിരുത്താനും തീരുമാനിക്കാനും നമുക്ക് അധികാരമുണ്ട്. നമ്മളൊരു ഭരണാധികാരികളെ ഏൽപ്പിച്ചാൽ, നമ്മൾ ചില മതപണ്ഡിതന്മാരെ ഏൽപ്പിച്ചാൽ, നമ്മളൊരു സംഘടനാ നേതൃത്വത്തെ ഏൽപ്പിച്ചാൽ, നമ്മൾ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചാൽ, പിന്നെ നമ്മുടെ ബാധ്യത നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരീരത്തിനെതിരാകാത്ത കാലത്തോളം അത് അംഗീകരിക്കണം. അവിടെയാണ് ഈ സൊസൈറ്റി ഉയരുന്നത്. ഒരു നീഗ്രോക്കാരനാണ് നിങ്ങളുടെ അധികാരി. നീഗ്രോ അടിമ, തറവാടില്ലാത്ത അടിമയാണ് നിങ്ങളുടെ ലീഡറായിട്ട് നിങ്ങൾ നിയമിച്ചതെങ്കിൽ അയാളെയും അനുസരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിട്ടുവീഴ്ചയോ തെറ്റിദ്ധാരണകൾ ബാധകമാണ്.
അതൊക്കെ മാറ്റിവെച്ച് ഒരുമയിലാണ് നമ്മുടെ നേതൃത്വത്തെ നമ്മളാരെയാണോ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചത് അവരെ അനുസരിച്ച് മനോഹരമായി മുന്നോട്ട് പോവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. കൂടെ നിങ്ങളൊക്കെ അറിയുന്നത് പോലെ അൽഹംദുലില്ലാഹ് 7 വർഷത്തെ എളിയ സേവനത്തിന് ശേഷം താൽക്കാലികമായി എൻ്റെ നാടിൻ്റെ അടുത്ത് ദർസിന് സൗകര്യമുള്ള ഒരു മഹലിലേക്ക് ഉസ്താദ് വിളിച്ചതുകൊണ്ട് ഞാൻ മാറാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് വശമുണ്ട്, നിങ്ങളിൽ പലർക്കും വിഷമമുണ്ട്. അല്ലാഹു നമ്മുടെ ഈ സ്നേഹം അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഒരു PG JDT പഠിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് ഒരു മഹല്ല് സർവീസും ചെയ്യാം. പരമാവധി 2 വർഷത്തിന് വേണ്ടി വന്നതാണ്. മിക്കവാറും 1 വർഷം കൊണ്ട് പോകും. 2 വർഷത്തോടെ ഇവിടുത്തെ സർവീസ് തീർക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഈ നാട്ടുകാർ നൽകിയ പോസിറ്റീവ് എനർജി അത് വർഷങ്ങൾ നീക്കി അൽഹംദുലില്ലാഹ് 7 വർഷമായിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. വേദനയും സങ്കടവും ഒക്കെ ഈ വേർപിരിയലുണ്ടെങ്കിലും ഇതെനിക്കും നിങ്ങൾക്കും ഒരു ഹൈറിനാകട്ടെ. ഈ നാടെന്ന് പറഞ്ഞാൽ നന്മയോട് ഞാൻ മനസ്സിലാക്കിയത് നന്മയോട് സഹകരിക്കാൻ തയ്യാറുള്ള നാടാണ്. അതിവിടെയുള്ള കമ്മിറ്റിക്കാരും യുവ കൂട്ടായ്മകളും ഇവിടെയുള്ള ഉമ്മമാരും എല്ലാവരും നന്മയാണോ ഇപ്പൊ 5 കുട്ടികളല്ല എന്റെ ദർസ്, 10 കുട്ടികളാണ് ഇവിടുത്തെ പരമാവധി സൗകര്യം. അത് 35 കുട്ടികളായപ്പോഴും അന്നം തന്നും കാശ് തന്നും സ്നേഹം തന്നും സ്വീകരിച്ച നാട്ടുകാരാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനിടയിൽ വരുന്ന പൈശാചിക ശ്രമങ്ങൾ ജാഗ്രതയോടെ കണ്ടാൽ ഇതൊരു നല്ല മഹല്ലാണ്, വളരെ നല്ല മഹല്ലാണ്. നന്മയെ ചേർത്ത് വെക്കുന്ന നാടാണ്. പടച്ച റബ്ബേ, ഈ നാട് നൽകിയ സന്തോഷവും സ്നേഹവും നീ കബൂലാക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ മസ്ലഹത്താണ് എനിക്ക് ഒന്നാമത്. രണ്ടാമത് എന്റെ മഈശത്തും അതങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം എന്റെ കൂടെ പഠിച്ച കഴിഞ്ഞ വലിയ IAS കോച്ചിങ്ങിന് പോയ പലരും ആസാമിലും ബംഗാളിലും ആന്ധ്രയിലും എല്ലാം മറന്ന് ദീന് ദഅവത്ത് നടത്തുമ്പോ മിനിമം ഈ നാട്ടിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നമുക്ക് ആഗ്രഹം വരും. അതിന് ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആ വർത്തമാനങ്ങൾക്കിടയിൽ ചിലപ്പോ ആരെങ്കിലും പേരെടുത്തോ അല്ലാതെയൊക്കെ ആക്ഷേപിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അതെല്ലാവരും എനിക്ക് പുറത്തു തരണം, പൊരുത്തപ്പെട്ടു തരണം. സ്വാഭാവികമായി ഈ പോസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ നാവുകളിൽ ഞാനും നെഗറ്റീവായി പലപ്പോഴും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്കും കൊടുത്തു തന്നിരിക്കുന്നു. എല്ലാം കൊടുത്തു തന്ന ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ സുമംഗളമായി പടച്ചവൻ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിക്കട്ടെ. ഈ ബന്ധം, ഈ സ്നേഹം, ഈ സ്നേഹസ്പർശം ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള ബന്ധമായി സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. मेरे प्यारे भाई 7 साल के खिदमत के बाद इंशाअल्लाह मेरे करीब एक महल में मैं मुंतकिल होता हूँ. आप लोगों को इतना जोश से आगे बढ़ने में मुझे बहुत खुश है. अल्लाह खुदा व तआला हमें जन्नत में जन्नत फरमाए. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഈദാശംസകൾ 3 തക്ബീർ ചൊല്ലുമ്പോഴേക്ക് എല്ലാവരും സുഫൂഫൊപ്പം എല്ലാവരും സഫായി നിൽക്കുക.